മദീനയിൽ ഭൂമിക്ക് താഴെ കണ്ടെടുത്ത ഉത്ബാൻ ബിൻ മാലിക് എന്ന പ്രവാചക അനുചരന്റെ വീട് ചരിത്ര കേന്ദ്രമാക്കും. മസ്ജിദുൽ ജുമാക്ക് എതിർവശത്താണ് ഈ പ്രദേശം. മദീനയിൽ പുതുതായി സ്ഥാപിക്കുന്ന ചരിത്ര കേന്ദ്രത്തിൽ ഇവയുടെ വിശദാംശങ്ങളും പ്രസിദ്ധീകരിക്കും. മദീനയിൽ പ്രവാചകൻ ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥന നിർവഹിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ജുമുഅ. ഇതിന് നേരെ എതിർവശത്ത് റോഡിനിപ്പുറമാണ് ഉത്ബാൻ ബിൻ മാലിക് പള്ളി പരിസരം. ഇവ രണ്ടും ചേർത്തുള്ള ചരിത്ര പദ്ധതിക്കാണ് ആലോചന. ഇതാണ് ഭൂമിക്ക് താഴെ കണ്ടെടുത്ത ഉത്ബാൻ ബിൻ മാലിക് എന്ന സ്വഹാബി അഥവാ പ്രവാചക അനുചരന്റെ വീട്. പ്രവാചകനോടൊപ്പം വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത അൻസാരിയാണ് ഉത്ബ. പ്രായമായതോടെ ഇദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മഴയായതോടെ വീടിന് മുന്നിലെ നീർച്ചാൽ കടന്ന് പള്ളിയിലേക്ക് എത്തൽ പ്രയാസമായി. ഇതോടെ പ്രവാചകനോട് വീട്ടിൽ നിന്ന് നമസ്കരിച്ചോട്ടെ എന്ന് അദ്ദേഹം സമ്മതം ചോദിച്ചു. പ്രവാചകൻ ഇത് അനുവദിച്ചു. എന്നാൽ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കാൻ പ്രവാചകൻ വീട്ടിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഉത്ബ അഭ്യർത്ഥിച്ചു. ഇത് സ്വീകരിച്ച പ്രവാചകൻ ഒരു ദിവസം അനുചരന്മാർക്കൊപ്പം ഇവിടെ എത്തി. പിന്നീട് അതേ സ്ഥാനത്ത് നിന്നാണ് മരണം വരെ ഉത്ബാൻ ബിൻ മാലിക് ദൈവത്തിനു മുന്നിൽ നമസ്കരിച്ചതും പ്രാർത്ഥിച്ചതും. അതായിരുന്നു ഈ വീട്. ഉത്ബയുടെ മരണത്തോടെ വീട് പിൽക്കാലത്ത് പള്ളിയാക്കി മാറ്റി. 1000-ലേറെ വർഷം പഴക്കമുള്ള ആ പള്ളിയാണിത്. 2 ഭാഗമുള്ള പള്ളിക്ക് 3 മുറികളുണ്ട്. മദീനയിലെ ലാവാക്കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചത്. മദീനയിൽ പുതുതായി ഒരുക്കുന്ന ഹിസ്റ്റോറിക് കേന്ദ്രത്തിൽ ഇവയുടെ ചരിത്രം രേഖപ്പെടുത്തും. കുബ പദ്ധതിക്ക് കീഴിൽ മസ്ജിദ് ജുമുഅ, ഉത്ബ ബിൻ മാലിക് മസ്ജിദ് എന്നിവയും ചേർത്തുള്ള പ്രത്യേക പദ്ധതിയും ഉണ്ടാകും. മീഡിയ 1 മദീന.